പടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകി ഒമാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒമാനിൽ താമസിക്കുന്ന പ്രവാസി തൊഴിലാളികൾ തങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് ഒമാൻ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. കോവിഡ് വൈറസ് ബാധയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കർശന നിയന്ത്രണങ്ങളാണ് ഒമാൻ സുപ്രീം കമ്മിറ്റി നടപ്പിലാക്കി വരുന്നത്. പ്രവാസി തൊഴിലാളികൾ ജോലി കഴിഞ്ഞെത്തിയാൽ താമസ സ്ഥലത്ത് നിന്ന് പുറത്തു പോകരുതെന്നാണ് മാനവ വിഭവശേഷി മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇതിന് രാജ്യത്തെ സ്വകാര്യ കമ്പനി അധികൃതർ തങ്ങളുടെ ജീവനക്കാർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകണമെന്നും മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി. വാരാന്ത്യങ്ങളിലും മറ്റും പൊതു ഒഴിവു ദിവസങ്ങളിലും തങ്ങൾ താമസിച്ചു വരുന്ന സ്ഥലങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്നും മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അത്രമാത്രം ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത അവസരങ്ങളിൽ മാത്രമേ പുറത്തു പോകാവൂ എന്നും അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ഇന്ന് 3 ഒമാൻ സ്വദേശികൾക്ക് കൂടി രാജ്യത്ത് COVID-19 പിടിപെട്ടതായി മന്ത്രാലയം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതോടെ ഒമാനിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 55ആയി ഉയർന്നു. നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്ന 17 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കുവൈറ്റിൽ ഭാഗികമായി കർഫ്യൂ ഏർപ്പെടുത്തി. വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 4 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ 11 മണിക്കൂർ കർഫ്യൂവിനാണ് ഇന്നലെ വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നത്. COVID-19 വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സർക്കാർ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അനസ് അൽ സലെ അറിയിച്ചു. കർഫ്യൂ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 വർഷം വരെ തടവും 10,000 ദിനാർ പിഴയുമാണ് കർഫ്യൂ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.